ഹായ് ഫ്രണ്ട്സ്, ജിൻഡോനാണ് കേട്ടോ, JTC മീഡിയന്ന്. നമ്മുടെ കുക്കുംബർ രാവിലെ തന്നെ പൊട്ടിച്ച് തുടങ്ങിയിട്ടാണ്, നേരത്തെ എണീറ്റിട്ടേ. അപ്പോൾ നമ്മുടെ കുക്കുംബറിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 500 ചെടി നമ്മൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 അർബാന, അതായത് ഒരു അർബാന 40 കിലോനൊക്കെ ഉണ്ടാവും. അർബാനയിൽ നിറച്ച് കഴിഞ്ഞാൽ 40 കിലോ, അങ്ങനെ 80 കിലോനൊക്കെ നമുക്ക് ആവറേജ് ഒരു ദിവസം 1 ദിവസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് 30 രൂപ 35 രൂപ റേഞ്ചിലാണ് കിട്ടുന്നത്. ചില കടകളിൽ മൊത്തമായിട്ട് എടുക്കും, ചില കടകളിൽ കുറച്ച് ഉള്ള രീതിയിൽ എടുക്കുള്ളൂ. അപ്പോൾ ഇത് അമ്മച്ചി അവിടെ അതേ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കുക്കുംബർ. കുറച്ച് വള്ളിയൊക്കെ നിലത്ത് പോണത് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം, പൂവുണ്ടായത് പോവാതിരിക്കാനേ. അപ്പോൾ ഇലവളമാണ്, അല്ലാണ്ട് രാസകീടനാശിനിയല്ല. നമ്മൾ ഈച്ചയെ പിടിക്കാനൊക്കെ നമ്മളിതിൽ കെണി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈച്ചനെ പിടിക്കാൻ കെണി. നമ്മളിങ്ങനത്തെ രീതികളാണ് ഇതിന് പശയുണ്ട്, മഴ പെയ്തിട്ടും പശയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനത്തെ രീതികളാണ് ഇപ്പോൾ ഈച്ചകണിയായിട്ടും ഫെർമോൺ കണിയായിട്ടും വെച്ചിട്ടുള്ളത്. അങ്ങനെ കായ ആയതുകൊണ്ട് തന്നെ ഇതുമ്മ കീടനാശിനി അടിക്കലില്ല. വേണിപ്പോൾ പച്ചയ്ക്ക് പൊട്ടിച്ച് തിന്നാം. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കുക്കുംബറൊക്കെ ഇത് വിളവെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അമ്മച്ചിയാണ് വരുന്നത്, കുക്കുംബർ പൊട്ടിച്ചിട്ടാണ് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം കുക്കുംബർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അർബാനയുടെ മുഖഭാഗമായി ഉണ്ട് ഇപ്പോൾ. കണ്ടോ, ഇത് 2 ടൈപ്പാണ് വരുന്നത്. ഒരെണ്ണം ഈ പച്ച കളറിലുള്ളത് കണ്ടോ, പിന്നെ ഒരെണ്ണം വരുന്ന സ്നോ വൈറ്റും. 2 ടൈപ്പ് കുക്കുംബറാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. കണ്ടോ, ഇത് നല്ല സ്വീറ്റ് കുക്കുംബറാണ്. നമ്മൾ ഈ വഴി കൂടെ പോയിട്ടാണ് ഇപ്പം ഇനി ഇതൊക്കെ പൊട്ടിക്കാൻ പോകണം. ഈ സൈഡിൽ മാത്രം വെണ്ട വെച്ചിരിക്കുക. ആ വെണ്ട നമ്മൾ പൊട്ടിച്ചത് ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വേണ്ട, അപ്പോൾ ഇത് കുറച്ച് കിട്ടുള്ളൂ, 10-50 ചെടിയുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട, നമ്മളിതുപോലെ മൾച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടികൾ നട്ടിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാണ്ട, കുറേയൊക്കെ താഴത്തേക്ക് ഇറങ്ങിയെടുക്കണ്ട. മഴക്കാലം ആവുന്നതിന് മുന്നേ ഈ ചാലിലൊക്കെ വെള്ളം വരുന്നതാണ്, ഈ ചാലിൽ. അപ്പോൾ ഇതൊക്കെ കയറ്റി കെട്ടണം. അപ്പോൾ നമ്മളതിൻ്റെ പണികളൊക്കെയാണ്. നമ്മൾ തങ്കരച്ചീര കാണിക്കാറുണ്ട് ഇടയ്ക്ക്. ഇത് കണ്ട, നമ്മുടെ കുക്കുംബറിൻ്റെ കൃഷിയാണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, അമ്മച്ചി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വിളവെടുപ്പ് നടത്തുന്നു. ഞാനും പൊട്ടിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടു നോക്കിയാൽ കുക്കുംബറുകളൊന്നും സൈസായിട്ടില്ല, ഒരു പൊടിയും കൂടി സൈസാകും. ശരിക്കും ആൾക്കാർക്ക് ഈ സൈസിനുള്ള അത്ര ഇഷ്ടം. പക്ഷേ ഈ സൈസിൽ ഇത് കറയ്ക്കുള്ളൂ, കറ വരണുള്ളൂ. വേണ്ട, നന്നായി ഫ്ലവറിങ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ മഞ്ഞ കളറിൽ നിറയെ പൂക്കൾ കാണണ്ട, നല്ല ഫ്ലവറിങ് ഉണ്ട് ഈ സമയത്ത്. പോരാത്തിന് ഞങ്ങൾ തേനീച്ചനെ വളർത്തുന്നത് കൊണ്ട് തേനീച്ച വന്നിട്ട് നിങ്ങൾക്കൊരു മൂളിച്ച് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാണ്ട്, പക്ഷേ ഇതിൽ കേൾക്കാണ്ടോന്ന് അറിയില്ല, ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. അപ്പോൾ നല്ല പോലെ കുക്കുംബർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇതൊക്കെ സ്നോ വൈറ്റിൽ വെട്ട കുക്കുംബറാണ്. ഇതൊക്കെ ശരിക്കും കറക്റ്റ് മുറിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിറച്ച് ഇങ്ങനെ ഇതൊക്കെ മുറിക്കേണ്ട ഒരു പാകത്തിലുള്ളതാണ്. ഇതൊന്നും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വേണ്ട, ഇതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും മുറിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഇത് മൂത്തിട്ടില്ല. കേട്ടോ, നിങ്ങളിവിടെ നോക്കിയാൽ കുക്കുംബർ ഉണ്ടായി വരണ കണ്ട, സമൃദ്ധിയായിട്ട് നിൽക്കണ്ട. ഇവിടുന്ന് മുഴുവൻ സ്നോ വൈറ്റ് അല്ലെങ്കിൽ മുഴുവൻ പോകണം. കണ്ട, നിറച്ച് കുക്കുംബറാണ്, നിറച്ചിതിപ്പോൾ ഒരു 2 അർബാനക്കുള്ള കുക്കുംബർ ഉണ്ടാവുമെന്ന് തോന്നണില്ല. കണ്ടോ, ഇതിലൊക്കെ ചെറിയ ചെറിയ കായകൾ ഇങ്ങനെ മടങ്ങി വരുന്ന കണ്ടോ, മടങ്ങി. ഇത് കണ്ടോ, മുകളിൽ കണ്ടോ, ഇതിൽ കണ്ടോ, ഇതൊന്നും പോവാത്ത കായകളാണ് കേട്ടോ. ഇത് ഇനി ഇങ്ങോട്ട് നോക്കിയിരിക്കും നിങ്ങൾ, ഈ ചെടിയുടെ ഇതിലൊരു കായ, ആ വള്ളിയിൽ തന്നെ ഇതിലൊരു കായ, അതിൻ്റെ അടുത്ത വള്ളിയിൽ ഇവിടെ കായ, ഇവിടെ കായ, കമ്പ് കായ ഉണ്ടാവും. ഇത് നമ്മുടെ രീതിയിലൊരു കണ്ട ഫ്ലവറിങ് മഞ്ഞ കളർ കാണണ്ട ഫുള്ളായിട്ട്. തേനീച്ചയും കൂടി ആയപ്പോഴേ നമ്മൾ തന്നെ പരാഗണം ചെയ്യണ്ട. ശരിക്കും ഇത് ഹൈബ്രിഡിന് പരാഗണം ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയണ്. കണ്ടമാനം കായതേ തൂങ്ങി കിടക്കണമെന്ന് കാണാണ്ടെന്ന് വിചാരിക്കണം അല്ലേ. നല്ല പോലെ പൂക്കളും. ഇനി ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയേ,
കണ്ടോ ഞാനിങ്ങനെ ഒരു കുറ്റി അടിച്ചിട്ട് ഒരു കാലമ്മ കമ്പി കൊടുത്തിട്ടാണ് കെട്ടിയിട്ടുള്ളത്. കണ്ടോ കാണണ്ട നിങ്ങൾക്ക്? ഇവിടുന്ന് അതുവരെ ഒരു 60-70 ചെടി, 60 ചെടി ഉണ്ടാവും. 58 ചെടിയുടെ ഉള്ളിലുണ്ടാവും. കണ്ടോ? പിന്നെ അതേപോലെ തന്നെ ഒരു ഏരി ഇങ്ങനെ അത് മളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് അമ്മച്ചി നിൽക്കുന്നത്. ഇതിപ്പോൾ കണ്ട ഈ സൈഡിൽ ഇങ്ങനെ. ഞാൻ ഈ ഒരു കള്ളി ഒഴിവാക്കിയിട്ട് മഴക്കാലത്ത് വ്ളാത്താങ്കര ചീര നടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, 1, 2, 3 ലൈൻ നമുക്ക് നിറച്ച് കുക്കുംബറാണ്. അപ്പോൾ ഇനി അതൊക്കെ നമ്മൾ താഴത്തേക്ക് വീണ് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ താഴ്ത്തി വീണ് കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ വിളവെടുപ്പ് കുമ്പള കഴിഞ്ഞു. ഇന്നത്തെ കേട്ടോ, ഇനി നാളെ ഉണ്ടാവും. കണ്ടേ ഈ സൈസ് കണ്ട, ഇതൊക്കെ നാളത്തേക്ക് ആവുന്ന സാധനങ്ങളാണ്. ഇവിടെ കുറേ നമ്മുടെ താഴത്തേക്ക് ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കയറ്റി കെട്ടണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെള്ളം വരുമ്പോൾ ഇതൊക്കെ മുങ്ങിപ്പോവും. ഞാൻ നടക്കണ ഈ വശങ്ങൾ മുഴുവൻ വെള്ളമായിരിക്കും. ഇതൊക്കെ കുറച്ചൊരു വരമ്പിന് വരുന്നുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ താഴ്ചയിൽ എപ്പോഴും വെള്ളമായിരിക്കും. ഓക്കെ, ഇതെ നിങ്ങൾക്ക് തേനീച്ച ശബ്ദം കേൾക്കാണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെയാണ് നമ്മുടെ കൃഷികളൊക്കെ. ചിലതൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന സാധനങ്ങളുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. വേണ്ട ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ കൃഷി നല്ലപോലെ ലാർജ് സ്കെയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കിത് വിപണനം ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലുള്ള സൈദാലിക്കട കടയിലാണ് ഈ സാധനം കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അവർ മാന്യമായ വില തരുന്നത് കൊണ്ട് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കണ്ട ഇതൊക്കെ നാളത്തേക്കാവുന്ന കുക്കുംബറുകളാണ്. ഈ ടോപ്പിലേക്ക് നോക്കിയാൽ ഇതൊക്കെ നാളത്തേക്കാവും. ഇവിടെ 2 സൈഡിലും കുക്കുംബർ. ഓക്കെ, ഇനി ചീരയും കൂടി വെണ്ടയും കൂടി കാണിച്ചിട്ട് അതാ ഇവിടുന്ന് ആ ലൈൻ മുഴുവൻ വെണ്ട. നന്നായി പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ കായുണ്ട്. ഒരു നന്നായി ശക്തിയിൽ അള പൊട്ടിയിട്ടുണ്ട്. ജാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി വിത്താണ് ഇത്. കണ്ട ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പറവാന ഫുള്ളാവും. ഓക്കെ, നമുക്ക് കഷ്ടി 1 കിലോ വെണ്ടക്കായ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് നമ്മുടെ അമ്മയ്ക്ക് അവിടെ നിന്ന് അർബാനയിലാണ് സാധനം കൊണ്ടുവരുന്നത്. നമ്മളിവിടെ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിവിടെ കൊടുന്ന് അർബാന വെച്ചിട്ട് അർബാനയിൽ ഉന്തി കൊണ്ടുവരുന്നത്. കണ്ടോ സാധനം അത്ര ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ മാത്രം വിളവെടുപ്പാണ് കേട്ടോ. ഇനി നാളെ വേറെ കുറേ ഇത്ര തന്നെ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇനിയുണ്ട് കൂട്ടുകാരെ നമ്മുടെ കുക്കുംബറിൻ്റെ കൃഷി. സൂപ്പറല്ലേ? നമ്മൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞത് അടുത്ത കായകൾ ഇങ്ങനെ മടങ്ങി വരണ കണ്ട നല്ല പോലെ കായ പിടിക്കുന്ന കുക്കുംബറിൻ്റെ ചെടികളാണ്. ഇപ്പോൾ നിറച്ച് പൂക്കളായിട്ട് നിങ്ങൾക്ക് കാണണ്ട. നിറച്ച് പൂക്കൾ ഇതിലൊക്കെ നിറച്ച് പൂക്കളാണ്. കണ്ട കായകൾ മടങ്ങിയെടുക്കും, നിറച്ച് പൂക്കൾ. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെന്നുണ്ടെങ്കിൽ മുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കുക്കുംബറായാലും പയറായാലും കിട്ടുന്നത്. അടുത്ത തവണ നമ്മൾ മഴക്കാല കൃഷിയായിട്ട് ചെയ്യാൻ പോകുന്നത് പയറാണ്. 2 ടൈപ്പ് 3 ടൈപ്പ് പയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. വള്ളിപ്പയർ, ചുവപ്പും പച്ചയും കടും പച്ചയും കളറിലുള്ള പയർ ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ.